ഹരി ഓം. ഇന്ന് എൻ്റെ അമ്പലയാത്ര ചാനൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുളുണ്ട് വെസ്റ്റിലെ ബാലാജി ടെമ്പിളാണ്. അത് പണി നടക്കണോണ്ട് അടച്ചിട്ടേക്കായിരുന്നു. അതുകൊണ്ടാണ് മുളുണ്ടിലായിട്ട് ഇത്ര അമാന്തിച്ച് എന്തേന്ന് ചോദിക്കും. തുറന്നേ ഉള്ളൂ. അപ്പോൾ ഭംഗിയുള്ളത് ഇത് AI വഴി ക്രിയേറ്റ് ചെയ്താണ് എൻ്റെ ഫോട്ടോന്. ഡയറക്റ്റ് ഭഗവാനെ ക്ലിക്ക് ചെയ്യാനൊരു മടി തോന്നി. അവിടെ അനുവദനീയമാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. പക്ഷെ നമുക്ക് കണ്ടില്ലേ അവിടെയുള്ള പൂജാരിമാരും അവരൊക്കെ നിൽക്കണം കണ്ടില്ലേ. അവർ അങ്ങനെ എടുത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് മുളുണ്ട് വെസ്റ്റിലെ മാർക്കറ്റിലെ അവിടെയായിട്ട് ആണ്. ശരിക്കും ബിസി റോഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹൈറ്റും ഉണ്ട്. അപ്പോൾ പുറമേ ഒന്നും ഫുൾ കവറിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് പറ്റാവുന്ന മാതിരി ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു. പിന്നെ എൻ്റെ ഉദ്ദേശം നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് അമ്പലത്തിനെ പറ്റി ഒരു ഇൻഫർമേഷൻ, ജസ്റ്റ് ഇൻഫർമേഷൻ തരിക, നിങ്ങളും കാണുക, അത്ര അതിൻ്റെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. കണ്ടില്ല എത്ര വലിയ തൂണാണ്. രണ്ട് സൈഡിലുണ്ട്. എത്ര സിമ്പിളായിട്ടൊരു രംഗോളി, അത് പറയില്ല, ഒരു ഫീലിംഗ് നമുക്കൊരു വരുത്തണം പറയില്ലേ, ഒരു ബ്രാഹ്മണ സ്റ്റൈലാണ് ഫുള്ള്. അങ്ങനെയാണ് അമ്പലത്തിലെ പൂജകളും. ഇവിടെ ഓത്ത് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ ഉണ്ട്. അവർ തന്നെയാണ്. ഭക്ഷണശാലയാണ്. ഒരു സ്ഥലത്ത് ഓത്ത് പഠിപ്പിക്കുന്നതാണ്. ഇവിടെ പൂജകൾ നടക്കും. അങ്ങനെ വലിയ ഹോളാണ്. കല്യാണങ്ങളും ഇതൊക്കെ നടക്കും. ഫങ്ഷനൊക്കെ നടത്തുന്നതാണ് എല്ലാവരും അധികം ഇതായിട്ട്. ഇത് കണ്ടില്ലേ ഒരു വാതിൽ അങ്ങനെയാണ്, മറ്റേ വാതിൽ തുറന്നിരിക്കണം. ഒരു വാതിൽ തുറന്നിട്ടുള്ളൂ. എന്നിട്ട് തന്നെ എത്ര വലിയ ഇതാണെന്നുള്ളത് മനസ്സിലാവില്ലേ. കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അമ്പലം. ശാന്തതയാണ് ശരിക്കും. ആ ബാലാജി അമ്പലത്തിൽ പോയി ഇതുമാതിരി ഭയങ്കര. പിന്നെ ഈ ഹോള് കണ്ടില്ലേ എന്തൊരു വലിപ്പം, ക്ലീൻ, ഒഴിഞ്ഞു കിടക്കണം. അപ്പോൾ ആൾക്കാരവിടെ നാമം ചൊല്ലുന്നുണ്ട്. അപ്പോൾ എനിക്ക് മറ്റു സൈഡിലേക്ക് എടുക്കാനൊരു മടി. അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടും കൊണ്ട് എടുക്കാൻ പെടുന്നില്ല. പിന്നെ അങ്ങനൊരു വിശേഷാൽ സ്ഥലം എന്നല്ല, അമ്മനെ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടും പറ്റില്ലല്ലോ, അമ്പലമല്ലേ. അപ്പോൾ അവർ പൂജ ചെയ്യുന്നുണ്ട്. ഒന്നാമത് അവിടെ ഗുരുജികളുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ എന്തൊക്കെ. കുഞ്ഞു കുട്ടികൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഓത്ത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇതാവണം. അതൊരു ഗുരുകുല സമ്പ്രദായം മാതിരിയാണ് അവിടെ. അങ്ങനെ ആ ഒരു സമ്പ്രദായത്തിലാണ് അവിടെ പഠിപ്പ് നടക്കുന്നത്. ഒരു ചെറിയ ശ്രീകൃഷ്ണൻ്റെ പ്രതിമയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്യൂട്ട് കൃഷ്ണനെ ആയി കഴിഞ്ഞിട്ട് കാണാനും വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഫസ്റ്റ് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താണ് ആ ഇമേജാണ്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ പ്രതിമയായി കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ദൂരെ നിന്ന് എടുത്താണ് ഞാൻ. അപ്പോൾ അതിനെ AI ക്രിയേറ്റ് ചെയ്താണ് മുമ്പിൽ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാം. ഞാൻ അഡ്രസ്സ് ലൊക്കേഷൻ ടാഗ് ചെയ്യാൻ പറ്റും, ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക, കാണുക എല്ലാവരും അമ്പലം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു അമ്പലത്തിനെ കൂടെ വേഗം കാണാമെന്ന് വിചാരിക്കാം. അപ്പോൾ കാണാൻ മറക്കരുത്. ഇതാണ് മുളുണ്ട് ബാലാജി ടെമ്പിൾ. അപ്പോൾ വീണ്ടും കാണാം. ഹരി ഓം.